പാരീസിലെ ഒളിമ്പിക്സ് തുടങ്ങാൻ പോയാണ്. ഈ ഒളിമ്പിക്സുമായിട്ട് ബന്ധപ്പെട്ട രസകരമായ കാര്യം നമ്മളെ നാടുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഞാനിപ്പോൾ ഒന്ന് ചേർത്ത് പറയാൻ ആഗ്രഹിക്കുകയാണ്. തിരുവനന്തപുരത്ത് നമ്മൾ ആമയിഴഞ്ചാൻ തൊട്ടുള്ള മാലിന്യം അത് മാറ്റി വൃത്തിയാക്കാൻ വേണ്ടി ഇറങ്ങി ഒരു ആളുടെ ജീവൻ ഇല്ലാതായി. ഇതേ സമയം തന്നെയാണ് അങ്ങ് ഫ്രാൻസിൽ പാരീസിൽ ഒളിമ്പിക്സ് അരങ്ങേറാൻ പോകുന്നത്. അപ്പോൾ ഒളിമ്പിക്സ് നടക്കുമ്പോൾ കുറച്ച് സ്വിമ്മിങ് ഐറ്റംസിന് വേദിയാകേണ്ടിയിരുന്ന ഒരു നദി അവിടെ ഉണ്ടായിരുന്നു. ആ നദി നിറയെ മാലിന്യം നിറഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ അവിടെ എങ്ങനെ ഈ പരിപാടിയൊക്കെ നടത്തുമെന്ന് ആശങ്ക പ്രകടിപ്പിച്ചപ്പോൾ, കാരണം ഒളിമ്പിക്സ് എന്ന് പറയുമ്പോൾ ലോകരാജ്യങ്ങളിൽ നിന്ന് ഒരുപാട് പേര് വരുമല്ലോ, അവിടുത്തെ മേയർ പറഞ്ഞു, ഒളിമ്പിക്സിന് മുമ്പ് ഞാൻ ഈ നദിയിലൂടെ നീന്തി കാണിക്കും, ഈ നദി വൃത്തിയാക്കിയതിന് ശേഷം. കഴിഞ്ഞ 100 വർഷമായിട്ട് ഈ നദിയിൽ വൃത്തിയാക്കൽ കാര്യങ്ങളൊന്നും നടന്നാതെ ആ മാലിന്യങ്ങളെല്ലാം അടിഞ്ഞു കൂടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ദിവസങ്ങൾക്ക് ശേഷം 1-2 പ്രാവശ്യം അവരതിലേക്ക് നീന്താൻ വന്നെങ്കിലും മാലിന്യം കൊണ്ട് നീന്താൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പം എല്ലാവരും ആശങ്കപ്പെട്ടിരിക്കുകയായിരുന്നു, ഈ ഒളിമ്പിക്സിന് എന്ത് ചെയ്യും, അങ്ങനത്തെ പ്രശ്നം വന്നു കഴിഞ്ഞാൽ തങ്ങളുടെ ആരോഗ്യത്തെ അതിന് പണയം വെച്ചുകൊണ്ട് ആരും മത്സരങ്ങളിൽ പങ്കെടുക്കാൻ വരില്ല എന്ന് ലോകരാജ്യങ്ങൾ പലതും പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതേ ഒളിമ്പിക്സിന് ദിവസങ്ങൾക്ക് മുന്നേ ഇപ്പോൾ ഇതാ മേയർ ഇറങ്ങിയിട്ട് ആ നദിയിൽ നീന്തി കുളിക്കുകയാണ്. മാധ്യമങ്ങളെല്ലാം വിളിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അത് വൃത്തിയാക്കിയതിന് ശേഷം വൃത്തിയായി കഴിഞ്ഞു എന്നുള്ളതിന്. അതുകൂടാണ്ട് അതിനുശേഷം പൊതുജനങ്ങളൊക്കെ അവിടെ കയറി നീന്തി തുടിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു മാധ്യമങ്ങളിൽ. അപ്പം എനിക്ക് ചോദിക്കാനുള്ളൊരു കാര്യം, നമ്മളെ ട്രിവാൻഡ്രത്ത് ആമയിഴഞ്ചാതോട് വൃത്തിയാക്കിയതിന് ശേഷം ഇതുപോലെ ഒരു മാതൃക നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുമോ? ഇവിടെയും രാഷ്ട്രീയ നേതാക്കളും അതിൻ്റെ മേലധികാരികളും ഒക്കെ ഉണ്ടല്ലോ, അവരിൽ ആരെങ്കിലും ഇറങ്ങിയിട്ട് അത് വൃത്തിയാക്കിയതിന് ശേഷം അവിടെ നിന്ന് നീന്താനോ അതിൽ കൂടെ ഇറങ്ങി അഴുക്കൊന്നും ഇല്ലയെന്ന് അവരെ കൈയിട്ടതിന് ശേഷം അതൊന്ന് എടുത്ത് കാണിച്ച് പൊതുജനങ്ങളെ ഒന്ന് എന്താ പറയുക, പൊതുജനങ്ങൾക്കൊരു തെളിവ് കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? വേറെ നാടുകളിലൊക്കെ ഇതുപോലെ നമ്മളൊരു വിജയുടെ പടത്തിൽ പറയത്തില്ലേ, സർക്കാർ ആശുപത്രികളൊക്കെ ചികിത്സയെ നന്നാക്കി ഈ സജ്ജീകരണങ്ങളൊക്കെ സെറ്റപ്പാവാൻ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുന്ന ചോദ്യത്തിന് പറയുന്നത്, മന്ത്രിമാർ MLA MP ഇവിടെ വന്ന് ചികിത്സിക്കട്ടെ, എല്ലാവരും ഇവിടെ ആകുമ്പോൾ ഇവിടെ സെറ്റപ്പ് ആവുമെന്ന് പറയുന്ന കണക്ക് അതിനുള്ള മാതൃക നമ്മുടെ നാട്ടിലൊരു വക ഉണ്ടാകുമോ? ഈ പറയുന്ന എല്ലാ സ്ഥലങ്ങളുടെയും കാര്യങ്ങൾ റെഡിയാക്കിയതിന് ശേഷം ഇതുപോലെ നിങ്ങൾ ഒന്നിറങ്ങി കാണിച്ചിട്ട് ആൾക്കാർക്ക് മാതൃകയാൻ ആരെങ്കിലുമൊക്കെ തയ്യാറാവുമോ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ?